നാളായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ എന്നെ നീയാക്കി മാറ്റിടണമേ. Сердце, будешь ли моей? Сможешь ли ты растопить я железное во мне? Скажи мне, что ты ждешь, заходи, жизнь мою дуня. Ты пролети сквозь туман до меня. Сонная, лунная Лиза, моя невинная, милая, сонная Лиза, с глазами из огня. Сонная, лунная Лиза, моя невинная, милая, сонная Лиза, с глазами из огня. Бросаю я и стал твоим героем со дня первой встречи нашей любви. Эти мысли вновь прилетают ко мне, они пылают в моей голове. Чувство дарит силы долететь к тебе, а я целую, обнимаю тебя. Моя невинная, милая, сонная Лиза, с глазами из огня. Сонная, лунная Лиза, моя невинная, милая, сонная Лиза, с глазами из огня. ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മൾ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയം മത്തായി സുവിശേഷം 19 അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും.
നമ്മുടെ കർത്താവിശ്വസിച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Baby, now and then I think about me now and who I could have been, and then I picture all the perfect that we lived, till I cut the strings on your tiny violin. My mind's got my mind of its own right now, and it makes me hate me. I'll explode like a dynamite if I can't decide, baby. My head and my heart are torturing me. Yeah, lost my mind in your arms. I go to extremes. Yeah, when angels tell me run and monsters call it love. My head and my heart are caught in between. Yeah, la 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 la, la 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 la, la 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 la, tell me yes or no, asking the heavens, should I stay or should I go? You held my hand when I had nothing left to hold, and now I'm on a roll. My mind's got my mind of its own right now, and it makes me hate me. I'll explode like a dynamite if I can't decide, baby. My head and my heart are torturing me. Yeah, lost my mind in your arms. I go to extremes. Yeah, when angels tell me run and monsters call it love. My head and my heart are caught in between. Yeah, la 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 la, la 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 la, la 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 la. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ ഒരു യുവജന വളരെ നല്ല രീതിയിൽ വിശ്വാസ ജീവിതത്തിലൊക്കെ വളരെ ചെയ്യുന്നത്. അപ്പോൾ അവളെ നന്നായി നോക്കേണ്ടത് അവളുടെ വിശ്വാസ ജീവിതത്തിൽ ഈ കോട്ട നിർത്താതെ നല്ല രീതിയിൽ ദൈവത്തോടടുത്ത് ജീവിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നത് ജിൻസിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ദൈവാനുഭവമായ വ്യക്തിയിലൊക്കെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജനങ്ങളുടെ മാതാപിതാക്കന്മാരും ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്, ഇടവകയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച നന്മകൾ തീർച്ചയായിട്ടും ആ മകളിലുണ്ട്. അതിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. ദീപക് അച്ഛനാണ്. അച്ഛനെയും അതുപോലെ ജിൻസിൻ്റെ ചേട്ടൻ അച്ഛനെയും ഞങ്ങൾ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ദൈവാലയത്തിൽ ആയിരിക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പുരമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബ്ബക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി മുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ ജോസഫിനെ കുറിച്ച് സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. നിങ്ങൾ അനുഭവിച്ചതയും ഇസ്ഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്തുവാൻ വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ.
നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിവസങ്ങൾ കാക്ഷിക്കുകയും ചെയ്യുന്നു. അകൃത്യത്തിൽ തകർന്ന് സമാധാനം തേടിയതിനെ പിന്തുടരും. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വസൗഭാഗ്യങ്ങളും നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സർവ്വത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യരഹനും ബലവാനുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധമെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധമെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചുതന്ന കാരുണ്യത്തിന് നീക്കും സ്തുതിയാമേ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധമായ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:25 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശനിറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലമായി വിനാഴികയെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പൊന്നിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ടതില്ല.
വിചാരയിലാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, ആമുഖത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാനത് വെറുതെ കൂടിയിട്ട് പോകാമെന്ന് അച്ഛന്മാരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ഇവിടെ നിന്നിപ്പോൾ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ജോസഫ്, പ്രിയപ്പെട്ട കൊച്ചു ത്രേസ്യ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാവരും നിങ്ങളെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പ്രയാസപ്പെടാമെന്നല്ല, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരുന്നാണ്. ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനാണ്. വിവാഹത്തിന് ഒരുക്കമായിട്ട് ദേവാലയത്തിൽ ഒന്നിച്ചു കൂടി നിങ്ങളിങ്ങനെ വാഗ്ദാനം കൊടുക്കുകയാണ്, ഞങ്ങൾ ഇനി മുതൽ പരസ്പരം ഒന്നിച്ച് ജീവിച്ചോളാം. ന്യായമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും നിങ്ങൾ വേറെ വേറെ കുടുംബങ്ങളിലാണ് ജനിച്ചത്, വേറെ വേറെ കുടുംബ പശ്ചാത്തലത്തിലാണ് വളർന്നത്, വെവ്വേറെ സ്ഥലങ്ങളിലായിരിക്കാം പഠിച്ചത്, ജോലി ആരംഭിച്ചെടുത്തത് വേറെ വേറെ ആയിരിക്കാം, ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തതയുള്ള നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നു മുതൽ ദൈവസന്നിധിയിൽ വാഗ്ദാനം ചെയ്യുകയാണ്, ഞങ്ങൾ ഇനി മുതൽ ഒന്നിച്ചു മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ന്യായമായി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങൾ എന്താ? എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി മുതൽ ഞങ്ങൾ എല്ലാ വ്യത്യസ്തതകളെ അകലിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നോളാം എന്ന് ദൈവസന്നിധിയിൽ വാഗ്ദാനം ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുകയാണ് എൻ്റെ ഒരു ക്രിസ്തീയ ദൗത്യമായിട്ട് ഞാൻ കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് നിങ്ങൾ ആരംഭിക്കുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ശില എന്ന് പറയുന്നത് വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ കൂടിയ ഒരു ക്രൈസ്തവ കുടുംബ ജീവിതമായിരിക്കണം നിങ്ങളുടേതെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം സ്നേഹിച്ചു, സഹായിച്ചു, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു, ദൈവസന്നിധിയിൽ ചുറ്റുമുള്ളവർക്കെല്ലാം മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നൽകാൻ ഇടയാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ആലയത്തിൽ കെട്ടിക്കൊടുക്കാൻ പോകുന്നത് മറ്റെന്തിന്റെ അടിസ്ഥാന കെട്ടിപ്പൊക്കിയാലും ഇത് സ്ഥായിയാവില്ല. അതുകൊണ്ടാണ് ഞാനിത് ഗൗരവപ്പെടുത്തിയാൽപ്പെട്ടത്. വീട്ടിൽ വരും, ഇരുന്ന് പോവുക, ഇതിനൊക്കെ വരികയെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം വരുന്ന, അതിനുശേഷം അതേ വിശുദ്ധ കുർബാനയുണ്ട്. അതിനുശേഷം നിങ്ങൾ അതേ കുർബാനയിൽ സ്വീകരിക്കുന്ന ഈശോയാണ്. ആ ഈശോയെ ഒരുപാട് സ്നേഹം ഈ പള്ളിയിലോട്ട് കയറി വരുമ്പോൾ നല്ല കൊടുക്കാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി, ഇറങ്ങി പോകുമ്പോൾ വെജിറ്റേറിയനായിട്ട് മാറി. കയറിയോട് സ്നേഹത്തോടെ പറയാനുള്ളത്, കിട്ടിയേണ്ട ദേവാലയം എന്താണെന്ന് പറയാൻ അത് മനസ്സിലാക്കണം. ഉടനെ മൊബൈൽ ഫോണിനോട് ചൂടാവുന്നില്ല, ചൂടാവുന്നില്ല. അതുകൊണ്ട് ഈ ദേവാലയത്തിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളെ കാണുന്നവര് നിങ്ങൾ മാതൃകാപരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നത് കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബമാണെന്ന് പറയാം. ഈശോമിശിഹ വിവാഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അത് പറഞ്ഞാൽ ഞാൻ നിർത്തും. പക്ഷെ പറയാണ്, ഇക്കാരണത്താൽ അവൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, ഇനിമേൽ അവർ രണ്ടല്ല ഒന്നാണ്. ഈശോമിശിഹ വിവാഹത്തെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. സുവിശേഷത്തിലുണ്ട് കേട്ടോ. അതാണ് നമ്മൾ വിളിച്ച ഒന്നും രണ്ടാണ്. ഭംഗിയുള്ള ഒന്നാവുന്നത് അതിന് എളുപ്പമാണ്. ഓരോരുത്തരും ഭംഗിയാണ്. ജോസഫിന്റെ ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, സ്വാതന്ത്ര്യമാണ്, ഹോബികളൊക്കെ കാണുന്നത് കാണാം. തയ്യാറാകുമ്പോൾ നമ്മൾ പകുതിയാവും. അതുപോലെ തന്നെ കൊച്ചിൻ്റെ പൈസയൊക്കെ കാണും, അവളുടേതായ ഇഷ്ടങ്ങളുണ്ടാവും, ഇഷ്ട സ്വപ്നങ്ങൾ. അതിന് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും കുറഞ്ഞ പകുതിയാവും. രണ്ടുപേരും കുറഞ്ഞ പകുതിയാകുമ്പോൾ രണ്ട് പകുതിയിൽ ചെയ്യുമ്പോൾ പൂർണ്ണതയുള്ള എല്ലാ മേഖലകളിലെയും പ്രാർത്ഥനയോട് ചേർന്ന് വിശ്വസിക്കുകയാണ്. ഈശ്വരന്റെ പുത്രനും പരിശുദ്ധമായ സർവേശ്വര ആയി
ചെയ്യുവാനായി തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും വിവാഹനിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭകൾക്ക് നൽകുകയാണ്. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ കൊച്ചുതരസ്യായി എന്റെ വണ്ടിയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. കൊച്ചുതരസ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ജോസഫിനെ എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ അമ്മയെ കുറിച്ച് കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും ശിഷ്യാങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരെയും മാധ്യസ്ഥർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹവാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും അബ്രാഹാമിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെയും സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്. കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. നീ വരൂ ഈ പാട്ടിൻ രാഗമായി, നീ തരൂ ഈ ചിത്രം വർണ്ണമായി. ഹൃദയം തൂകും പ്രണയം നൽകി ഞാനും നിലാസന്ധ്യേ, തിരികെ നനയും മിഴികൾ നൽകി നീയും എങ്ങമാനു. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്. കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. കാണാനായി മോഹങ്ങൾ ചിറകടിക്കുമ്പോൾ സ്നേഹത്തിൻ കാറ്റായി നീ എന്നെ തലോടി. മിഴിയിലെ മൊഴിയിലും നിൻമുഖം മാത്രമായി, കനവിലെ കണ്ണിലും നിൻ നിറം മാത്രമായല്ലേ. അകലെ 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 നെഞ്ചോട്
പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്. ചൊല്ലാനായി കാവ്യങ്ങൾ എഴുതിയതെല്ലാം നിൻ ചുണ്ടിൽ പൂക്കുന്ന ഹിന്ദോളമായി. ആഴിയും മാറിയും നിൻ സ്വരം മാത്രമേകി നിലവിലെ നിഴലിലും നിന്റെ നിശ്വാസം തേടുന്നു. അരികിൽ നീ എവിടെ നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്. കാണാതെ കണ്ണിൽ വിരിയുന്ന ചിത്രം रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ